വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് 24 സ്റ്റഡി എബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിൽ തുടരുകയാണ്. വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചത്. 18,000 രൂപ ഫീസ് വരുന്ന IELTS, PTE കോഴ്സുകളാണ് 24 സൗജന്യമായി നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് കോപ്പറേറ്റീവ് കോളേജിൽ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടന്നു. കോളേജ് പ്രിൻസിപ്പൽ മിനി ക്ലാസിൽ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ ഹൈദരാലി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. 24 സ്റ്റഡി അബ്രോഡ് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് ക്ലാസിന് നന്ദി പറഞ്ഞു. താലൂക്ക് കോർഡിനേറ്റർ സിന്ധു ആണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. ആലത്തൂർ പല്ലശ്ശേന VIMHSSൽ നടന്ന കരിയർ ഗൈഡൻസ് സെമിനാറിന് സ്കൂൾ പ്രിൻസിപ്പൽ ലസിത സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ ബിജു എസ്, സുനിത ലക്സി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. റിസോഴ്സ് പേഴ്സൺ വിദ്യാ സുരേന്ദ്രൻ ക്ലാസ് നയിച്ചു. 24 സ്റ്റഡി അബ്രോഡ് താലൂക്ക് കോർഡിനേറ്റർ സുനിത R നന്ദി പറഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിൽ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. അധ്യാപികയായ അലിയ സ്വാഗതം പറഞ്ഞു. ക്ലാസ് അധ്യാപകരായ ദീപ്തി, കുഞ്ഞമ്മ തുടങ്ങിയവർ ക്ലാസ്സിൽ സംബന്ധിച്ചു. റിസോഴ്സ് പേഴ്സൺ ഹൈദരാലി ക്ലാസ് നയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് കോർഡിനേറ്റർ സൈദലവി ക്ലാസിന് നേതൃത്വം നൽകി. ഇടുക്കി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടന്ന ക്ലാസ്സിൽ എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ രതീഷ് ER അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കോർഡിനേറ്റർ ശോഭന മാത്യു സ്വാഗതം പറഞ്ഞു. തുടർന്ന് അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകൻ ടോണി ജോർജ്, എക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥി മിഥുൻ വിനോദ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ ജില്ലയിൽ ചാവക്കാട് കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിൽ നടന്ന സെമിനാറിന് കോർഡിനേറ്റർ ഫാസിൽ SK നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാ നന്ദകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺ ഫാസിൽ ക്ലാസുകൾ എടുത്തു. ക്ലാസ് ടീച്ചർമാരായ നിത്യ, ബിന്ദു ശശി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വിദ്യാർത്ഥി പ്രതിനിധി അനുശ്രീ ശ്രീജിത്ത് സ്വാഗതവും ശാരിക VR നന്ദിയും പറഞ്ഞു. പത്തനംതിട്ട അടൂർ താലൂക്കിലെ പള്ളിക്കൽ PUMVHSSൽ നടന്ന കരിയർ ഗൈഡൻസ് സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഷാജഹാൻ M ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ അമൃതയും അജയ് കൃഷ്ണനും ആശംസ അർപ്പിച്ചു. കുന്നത്തൂർ താലൂക്ക് കോർഡിനേറ്റർ അസൂറ അർത്തിയിൽ സെമിനാറിന് നേതൃത്വം നൽകി. കരിയർ ഗൈഡൻസ് അധ്യാപകൻ സുഹേൽ അൻസാരി ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി സുബഹാന നന്ദി പറഞ്ഞു. സ്കൂളിൽ എന്ത് ചെയ്യുന്നു, വേറെ ഒരു പോസ്റ്റിലേക്ക് വരുന്നു, വേറെ കോളേജ് ലെക്ചർ ആവുന്നു. ഇവർക്കൊന്നും പച്ചമശി ഉപയോഗിക്കാൻ പറ്റില്ല. അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ള നില ആദ്യം ഗസറ്റ് വാങ്ങിക്കണം. മലപ്പുറം തിരൂരങ്ങാടി താലൂക്കിലെ മുന്നിയൂർ MHSSൽ നടന്ന കരിയർ ഗൈഡൻസ് സെമിനാർ സ്കൂൾ പ്രിൻസിപ്പൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ജിജീഷ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കളത്തിങ്കൽപ്പാറ സ്വാഗതവും ഹർഷാദ് ആശംസയും മുഹമ്മദ് അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺ ആയിഷ M വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. 24 സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി പങ്കെടുത്തു. താലൂക്ക് കോർഡിനേറ്റർ ഷംലിക് ഉള്ളണം നേതൃത്വം നൽകി. പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിൽ നടന്ന കരിയർ ഗൈഡൻസ് സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് KK സൈദലവി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷ് സ്വാഗതവും 24 തിരൂർ റിപ്പോർട്ടർ സമീർ ബിൻ കരീം ആശംസയും അർപ്പിച്ചു. റിസോഴ്സ് പേഴ്സൺ ആയിഷ M ക്ലാസ് നയിച്ചു. 24 സ്റ്റഡി അബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അലി ചടങ്ങിൽ പങ്കെടുത്തു. താലൂക്ക് കോർഡിനേറ്റർ ഷംലിക് ഉള്ളണം ക്ലാസിന് നേതൃത്വം നൽകി. മലപ്പുറം ഏറനാട് താലൂക്കിലെ തിരുവാലി ഹൈസൽ കോളേജിൽ നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് പ്രിൻസിപ്പൽ ഡോക്ടർ U അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് സൂപ്രണ്ട് ജാഫർ, അധ്യാപകൻ മുഹമ്മദ് ജുനൈദ് എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ ജിഷ്ണു PK ക്ലാസ് എടുത്തു. താലൂക്ക് കോർഡിനേറ്റർ സന്തോഷ് കുമാറാണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. മഞ്ചേരി HM കോളേജിൽ വെച്ച് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് കോളേജ് പ്രിൻസിപ്പൽ ദീപ KS ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ വേണുഗോപാല രാജ, ഷഫീഖ് CK എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി. താലൂക്ക് കോർഡിനേറ്റർ സന്തോഷ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. കോളേജ് ഡയറക്ടർ അസീം ആശംസ നേർന്ന് സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺ ജിഷ്ണു PK ആണ് ക്ലാസ് എടുത്തത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.